പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാനുള്ള ആഹ്വാനവുമായി ഈശോയിലാണ് എൻ്റെ പ്രത്യാശ എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് 2025-26 വിശ്വാസ പരിശീലന വർഷത്തിന് ജൂൺ 1-ാം തീയതി തന്നെ മുരിങ്ങൂർ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ ആരംഭം കുറിച്ചു. മനുഷ്യാത്മാവിനെ പ്രത്യാശയുടെ വെളിച്ചത്തിലേക്ക് ഉയർത്തുവാൻ വളരെ പ്രത്യേകമായി ഇന്നത്തെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ കുഞ്ഞുമക്കളിൽ പ്രത്യാശയുടെ നാമ്പുകൾ നട്ടുവയ്ക്കുവാൻ ഇവിടുത്തെ വിശ്വാസ പരിശീലകർ എന്നും പ്രതിജ്ഞാബദ്ധരാണ്. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അജഗണങ്ങളെ ആനയിച്ച് ഇടവകയുടെ ആത്മീയ ശുശ്രൂഷ നേതൃത്വം വഹിച്ചവർ റവറൻ ഡോക്ടർ പോൾ വെള്ളറയ്ക്കൽ, റവറൻ ഫാദർ ജിതിൻ ഞവരക്കാട്ട്. ദൈവത്തിൽ പ്രത്യാശ വെച്ച് വളരുവാൻ പുതിയ ദൗത്യവുമായി ഈ ഇടവകയിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട വികാരി റവറൻ ഫാദർ ജേക്കബ് പള്ളിക്കൽ കൊച്ചച്ചൻ, റവറൻ ഫാദർ ഡിൻഡോ മാണിക്കത്താൻ. ഓരോ കുഞ്ഞു ഹൃദയത്തിലും ഈശോയുടെ സ്നേഹം നിറയ്ക്കുവാൻ അത്യധ്വാനം ചെയ്ത ഞങ്ങളുടെ ബേബി സാറിന് ഒത്തിരി നന്ദി. അമ്മയുടെ വാത്സല്യത്തോടെ വിശ്വാസ പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട HM ടെസി ടീച്ചർ, എന്നും എപ്പോഴും താങ്ങായി തണലായി കൂടെ നിൽക്കുന്ന വിശ്വാസ പരിശീലകർ, 500ഓളം വരുന്ന വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ, തലയിൽ തൊപ്പിയും കയ്യിൽ പൂക്കളും പിടിച്ച് ജൂൺ 8-ന് മാതാപിതാക്കളുടെ കൈപിടിച്ച് വിശ്വാസ പരിശീലനത്തിനായി എത്തിച്ചേർന്ന 1-ാം ക്ലാസ്സിലെ കുഞ്ഞു പൈതങ്ങൾ, പ്രകൃതി ദിനത്തിൽ വൃക്ഷത്തൈ നട്ട് അതിനെ സംരക്ഷിക്കുന്ന 6-ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ, എല്ലാറ്റിനും അടുക്കും ചിട്ടയും നൽകുവാൻ മുൻകൂട്ടി തയ്യാറാക്കിയ വിശ്വാസ പരിശീലന ഡയറി, വിശുദ്ധ പൗലോസ്ലീഹായുടെ പാവനനാമം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണതയോടെ നമ്മുടെ ഇടവകയുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ അമരത്ത് നിന്ന് ഞങ്ങളെ നയിച്ച ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ വികാരി പോൾ വെള്ളറക്കലച്ചൻ്റെ നാമഹതിക തിരുനാൾ ജൂൺ 29-ന് സമംഗളം കൊണ്ടാടി. വിശ്വാസ പരിശീലനം ഒരു ഇടവകയുടെ ആണിക്കല്ലാണ് എന്നുള്ള ബോധ്യം എല്ലാവരിലും ജനിപ്പിക്കുന്നതിനായി വിശ്വാസ പരിശീലനം നേടുന്ന കുഞ്ഞുമക്കളുടെ മാതാപിതാക്കളെ ഒരുമിച്ച് കൂട്ടി വിശ്വാസ പരിശീലകരുമായുള്ള കൂടിക്കാഴ്ചയും റവറൻ ഫാദർ സനു പുതുശ്ശേരിയുടെ ജീവിതബന്ധിയായ നിർദ്ദേശങ്ങളും നൽകുകയുണ്ടായി. വിശ്വാസ പരിശീലകരോടൊപ്പം മക്കളുടെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കാൻ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പ്രായമായ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്നുള്ള ബോധ്യം കുട്ടികളിൽ വളർത്താൻ ജൂലൈ 27-ന് ഗ്രാൻഡ് പാരൻസ് ഡേ സമുചിതമായി കൊണ്ടാടി. കുട്ടികളുടെ പ്രതിനിധികൾ അവർക്ക് പ്രാർത്ഥനാശംസകൾ നേർന്നു. ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് KCYM വിശ്വാസ പരിശീലകർക്കായി നടത്തിയ മത്സരത്തിൽ വിജയികളായവർ: കൊളാഷ് മത്സരം ഫസ്റ്റ് +1A, സെക്കൻഡ് NB, പോസ്റ്റർ നിർമ്മാണ മത്സരം ഫസ്റ്റ് അന്ന മേരി ജോർജ്, സെക്കൻഡ് ആൻ മരിയ ജോജി, പ്രസംഗ മത്സരം ഫസ്റ്റ് ജുവൽ മരിയ റെജി. സമ്മാനാർഹരായവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഓഗസ്റ്റ് 4-ന് വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനത്തിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും പൂക്കൾ നൽകി ആദരിച്ചു. വിശ്വാസ പരിശീലനത്തിൽ 40ഉം 25ഉം വർഷം വിശ്വസ്ത സേവനം ചെയ്ത KS വർഗീസ് സാറിനെയും സോഫി ടീച്ചറെയും 2024-25 10ാം ക്ലാസ്സിൽ A+ നേടിയ സ്നേഹ റോസിനെയും ഏഞ്ചൽ റോസിനെയും സ്കോളർഷിപ്പിന് അർഹരായ 9 കുട്ടികളെയും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. ഓഗസ്റ്റ് 15-ന് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ CLCയിൽ അംഗത്വം നേടുകയും മേലൂർ സെന്റ് ജോസഫ് പള്ളിയിൽ വെച്ച് നടന്ന CLC ഫൊറോനതല മത്സരത്തിൽ മുരിങ്ങൂർ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും തുടർന്ന് വന്ന ഞായറാഴ്ച അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. സമ്മാനാർഹരായ എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. വീട്ടിൽ പാറിപ്പറന്ന് നടന്ന കുഞ്ഞുങ്ങളെ നഴ്സറി ക്ലാസ്സുകളിലൂടെ ഈശോയുടെ മടിത്തട്ടിലിരുന്ന് കളിക്കുവാൻ പരിശീലനം നൽകുന്ന സിസ്റ്റർ മോൺസിറ്റിക്കും ലാലി ടീച്ചർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. വിശ്വാസ പരിശീലകർക്ക് കരുത്തും ഊർജവും നൽകാൻ ഓഗസ്റ്റ് 9-ന് നൈപുണിയിൽ വെച്ച് നടത്തിയ സോണൽ കൺവെൻഷനിലും ജൂലൈ 20-നും ഓഗസ്റ്റ് 17-നും ഫൊറോന തലത്തിൽ നടത്തിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ക്ലാസ്സിലും
എല്ലാ വിശ്വാസ പരിശീലകരും പങ്കെടുക്കുകയുണ്ടായി. പ്രത്യാശയിൽ കുട്ടികളെ നയിക്കുവാൻ വേണ്ട തീരുമാനങ്ങൾ എടുക്കുവാൻ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 17 PTA എക്സിക്യൂട്ടീവ് മീറ്റിംഗും ലീഡേഴ്സ് മീറ്റിംഗും സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 24 തിരുമുടിക്കുന്ന് പള്ളിയിൽ വെച്ച് നടത്തിയ എൻലൈറ്റ് പ്രോഗ്രാമിൽ 8 അധ്യാപകരും കുട്ടികളും പങ്കെടുത്ത് സാന്നിധ്യം അറിയിച്ചു. നേരത്തെ നൽകിയ നിർദ്ദേശമനുസരിച്ച് ഓരോ ഞായറാഴ്ചയും ആ ദിവസത്തിൻ്റെ പ്രാധാന്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് നോട്ടീസ് ബോർഡ് മനോഹരമാക്കുകയും കാഴ്ച സമർപ്പണവും കാറോസുസ പ്രാർത്ഥനയും വചനവായനയും ഓരോ ക്ലാസ്സുകാർ ഭംഗിയായി നിർവഹിച്ചു പോരുന്നു. കുട്ടികളുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കാൻ സത്യദീപം വാർത്തകളും വിശുദ്ധിയിൽ വളരാൻ സഹായിക്കുന്നതിനായി വിശുദ്ധരുടെ ജീവചരിത്രവും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിചയപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാന അർത്ഥപൂർണമാക്കാൻ സുനിൽ സാറിന്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം ഞങ്ങളെ സഹായിക്കുന്നു. ഓരോ കുട്ടിയും വിശുദ്ധ കുർബാന ഭക്തിപൂർവ്വം അർപ്പിക്കുന്നതിന് കുർബാന പുസ്തകം പള്ളിയിൽ നിന്ന് തന്നെ വിതരണം ചെയ്യുന്നു. വചനം പഠിക്കുന്നതിൽ തീക്ഷ്ണതയുള്ളവരാകുവാൻ ഞായറാഴ്ചകളിൽ സൺഡേ സ്റ്റാറിനെ തിരഞ്ഞെടുക്കുകയും വചനം പറയുന്ന കുട്ടിക്ക് സമ്മാനം നൽകുകയും ചെയ്തു പോരുന്നു. ദാനമായി കിട്ടിയത് ദാനമായി നൽകാൻ കുട്ടികളെ ശീലിപ്പിക്കുന്നതിനായി ചാരിറ്റി ഫണ്ട് സ്വരൂപിക്കുന്നു. വിശ്വാസ പരിശീലനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചു. വിശ്വാസ പരിശീലകരെ 4 ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോ മാസവും അതാത് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ആ മാസത്തെ മീറ്റിംഗ്, സ്തോത്രക്കാഴ്ച ശേഖരണം, സൺഡേ സ്റ്റാർ തിരഞ്ഞെടുപ്പ്, രാവിലത്തെ 8:30 മുതൽ 8:45 വരെയുള്ള ലീഡിംഗ് എന്നിവ നടത്തുന്നു. എല്ലാ മാസവും ടീച്ചേഴ്സ് ടീച്ചിങ് നോട്ട് വയ്ക്കുകയും വികാരിയച്ഛൻ സൈൻ ചെയ്യുകയും ചെയ്യുന്നു. വിശ്വാസ പരിശീലനത്തിന് ആത്മീയ നേതൃത്വം നൽകി ഞങ്ങളെ നയിക്കുന്ന വികാരിയച്ഛനും കൊച്ചച്ഛനും, എല്ലാറ്റിനും കൂടെ നിന്ന് നേതൃത്വം നൽകുന്ന ടെസി ടീച്ചർക്കും, എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങി കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ വിശ്വാസ പരിശീലകർക്കും നന്ദി.